നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ ഈ നല്ല നിമിഷം കാട്ടടിയങ്ങൾ നന്ദി കരയേറ്റുന്നു. കർത്താവിനെ ആത്മാവുത്സവത്തിൽ ആരാധിപ്പാൻ തക്കണം ഞങ്ങളെ ഒരുക്കുന്നുവല്ലോ. ദൈവാസന്നിധിയിൽ ഞങ്ങൾ സഭയെ അടുത്തു വരുന്ന ഈ സമയം നാദാസഭയുടെ എല്ലാ ആവശ്യങ്ങളെയും തിരുമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയിലൂടെ അനേകർക്ക് സൗഖ്യവും വിടുതലും ലഭ്യമായി തീരുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം ശുശ്രൂഷിക്കുന്ന റോബിനൈപ്പിസിനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് വചനം ഘോഷിക്കുമ്പോൾ അടിയങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവാസനയുടെ എല്ലാ വിഷയങ്ങളും പകരട്ടെ. വിശേഷിച്ചാൽ ഞങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഞങ്ങൾ ഓരോരുത്തരും സാക്ഷ്യത്തോടെ ജീവിപ്പാന്നതിന് വേണ്ടിയാണതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവരങ്ങളിലേക്ക് ആരാധന ഏൽപ്പിച്ചു തരുന്നു. ആദിത്യോളം കൃപ വ്യാപരിക്കണം. യേശു മിശിഹായുടെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ 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 അൻപുതിന്നേടുന്ന ആനന്ദ പിതാവേ, ഹല്ലേലൂയ 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 കൃപ നിറഞ്ഞിടുന്ന ക്രിസ്തു കർത്താവേ, കൃപ നിറഞ്ഞിടുന്ന ക്രിസ്തു കർത്താവേ, ഹല്ലേലൂയ 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 വിശുദ്ധികൾ കേളുന്ന പരിശുദ്ധാത്മാവേ, വിശുദ്ധികൾ കേളുന്ന പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സുധാത്മാവാ ദൈവത്രിയേക, സുധാത്മാവാ ദൈവത്രിയേക, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിനും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയെങ്കിൽ ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പാന കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥം ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യാഥാർത്ഥ്യമറിയുകയും നിന്റെ കൃപാബലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിച്ച് കാണിക്കുകയും ചെയ്തതിന് ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടത്രേ നമുക്കുള്ളത്. ദൈവാസന്നിധിയിൽ നമുക്ക് വിനയമായി ആയിരിക്കാം. താഴെയുള്ള പ്രാർത്ഥന, രണ്ടാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെ പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിക്കുവാൻ അവർക്ക് പാമോനും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിക്കുവീൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. 95-ാം സങ്കീർത്തനത്തിൽ നിന്ന്, വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക, നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക.
സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദൈവമാർക്കും ഇതേ മഹാരാജാവു തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ, സമുദ്രം അവനുള്ളത്. അവൻ അതിനെ ഉണ്ടാക്കി, കരയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്ക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യെങ്കിൽ ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം ദാനിയേൽ 1 അധ്യായം 1 മുതൽ 21 വാക്യം വരെ എഴുതപ്പെട്ടതായിരിക്കും. യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് അതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യെഹോയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങൾ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവയെ ശിനാർ ദേശത്ത് തന്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ആ പാത്രങ്ങളെ അവൻ തന്റെ ദേവഭണ്ഡാരത്തിൽ വെച്ചു. അനന്തരം രാജാവ് തന്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അസ്പെനാസിനോട്, ഇസ്രായേൽ മക്കളുടെ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയുടെ വിദ്യയും ഭാഷയും അഭ്യസിക്കാനും കൽപ്പിച്ചു. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. ഇങ്ങനെ അവരെ 3 സംവത്സരം പാർപ്പിച്ച് അവർ രാജസന്നിധിയിൽ നിൽക്കണം എന്ന് കൽപ്പിച്ചു. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസര്യാവ് എന്നീ 70 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഷണ്ഡാധിപൻ അവർക്ക് പേരിട്ടു. ദാനിയേലിന് അവർ ബെൽഷസ്സർ എന്നും, ഹനന്യാവിന് ശദ്രക്ക് എന്നും, മീശായേലിന് മേശക്ക് എന്നും, അസര്യാവിന് അബേദ്നെഗോ എന്നും പേര് വിളിച്ചു. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ഷണ്ഡാധിപൻ ദാനിയേലിനോട്, നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള എൻ്റെ യജമാനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു. അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കാരായ ബാലന്മാരോട് നിന്ന് ഒത്തു നോക്കിയാൽ മെലിഞ്ഞു കാണുന്നത് എന്തിന്? അങ്ങനെയായാൽ നിങ്ങൾ രാജസന്നിധിയിൽ എൻ്റെ തലയ്ക്ക് അപകടം വരുത്തും എന്ന് പറഞ്ഞു. ദാനിയേലോ ഷണ്ഡാധിപൻ ദാനിയേലിനും ഹനന്യാവിനും മീശായേലിനും അസര്യാവിനും വിചാരകനായി നിയമിച്ചിരുന്ന മെൽസറിനോട്, അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ചു നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാഖപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ. അതിൻ്റെ ശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തുനോക്കുക. പിന്നെ കാണുന്നത് പോലെ അടിയങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. അവൻ ഈ കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ടു 10 ദിവസം അവരെ പരീക്ഷിച്ചു. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചിരുന്ന സകല ബാലന്മാരുടെയും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. അങ്ങനെ മെൽസർ അവരുടെ ഭോജനവും അവർ കുടിക്കേണ്ടുന്ന വീഞ്ഞും നീക്കി അവർക്ക് ശാഖപദാർത്ഥം കൊടുത്തു. ഈ 4 ബാലന്മാർക്ക് ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. അവരെ സന്നിധിയിൽ കൊണ്ടുവരാൻ രാജാവ് കൽപ്പിച്ചിരുന്ന കാലം തികഞ്ഞപ്പോൾ ഷണ്ഡാധിപൻ അവരെ നെബൂഖദ്നേസറിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. രാജാവ് അവരോട് സംസാരിച്ചാറ് അവരിൽ എല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസര്യാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തിനെയും കണ്ടില്ല.
അവർ രാജ്യസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് നിന്നു. രാജാവ് അവരോട് ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തന്റെ രാജ്യത്തെല്ലായിടമുള്ള സകല മന്ത്രവാദികളും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടമെന്ന് കണ്ടു. ദാനിയേലോ കോരേശ് രാജാവിന്റെ 1-ാം ആണ്ട് വരെ ജീവിച്ചിരുന്നു. ഇവിടെ 1-ാം പാഠം അവസാനിക്കുന്നു. ഇന്ന് കാലത്തേക്ക് ആയി നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 67. 67-ാം സങ്കീർത്തനം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ജാതികൾ സന്തോഷിച്ചു ഘോഷിച്ചുല്ലസിക്കും. നീ വംശങ്ങളെ നേരോട് വിധിച്ചു ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നുവല്ലോ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ഭൂമി അതിന്റെ അനുഭവം തന്നിരിക്കുന്നു. ദൈവം നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ആമേൻ. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ച 2-ാം പാഠം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 9-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ കേൾപ്പി. അപ്പോസ്തലപ്രവൃത്തികൾ 10-ാം അധ്യായം 9 മുതൽ 15 വരെ. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ കൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്കും അവനൊരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തൂപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കിവിട്ട ഒരു പാത്രം വരുന്നത് അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസെ, എഴുന്നേറ്റു അറുത്തു തിന്നുക എന്നൊരു ശബ്ദം ഉണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം 2-ാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുതെന്ന് പറഞ്ഞു. ഇങ്ങനെ 2-ാം പാഠം വായിച്ച് അവസാനിച്ചു. വിശുദ്ധ മത്തായി എഴുതിയതായ സുവിശേഷം 13-ാം അധ്യായം 31-ാം വാക്യം മുതൽ 33-ാം വാക്യം വരെ. The Gospel according to Saint Matthew, chapter 13, verses 31 to 33. മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. അതൊരു മനുഷ്യനെടുത്ത് തൻ്റെ വയലിൽ ഇട്ടു. അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങൾ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാതക്കണം വൃക്ഷമായി തീരുന്നു. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. വിശ്വസിക്ക
Blessed Sunday morning to all my amazing friends and children in Christ. എനിക്ക് ഈ മനോഹരമായ അവസരം നൽകിയ ബഹുമാനപ്പെട്ട സാം രാജു അച്ഛനോടും സഭയുടെ കമ്മിറ്റി അംഗങ്ങളോടും സഭയുടെ എല്ലാം അംഗങ്ങളോടും പ്രത്യേക നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. നാം കാറും സ്കൂട്ടറൊക്കെ ഓടിക്കുമ്പം 60-65 സ്പീഡിൻ്റെ മേളിൽ പോകുമ്പം നമ്മൾ ഓർക്കുന്നത് മുമ്പിൽ പോലീസുകാരില്ല എന്നുള്ള വിശ്വാസത്തിലാണ് നാം ഓടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു രീതിയിൽ ചിന്തിക്കുവാണെങ്കിൽ നമ്മൾ വിവാഹത്തിൽ പെൺകുഞ്ഞുങ്ങളെ നമ്മൾ പുതിയ കാര്യങ്ങളിലേക്ക് ഒരു കുടുംബത്തിലേക്ക് ഏൽപ്പിക്കുമ്പം വി തിങ്ക് ദാറ്റ് our daughters are safe at her in-laws house. ഒരു വിശ്വാസത്തിലാണ് നാം ഏൽപ്പിക്കുന്നത്. ഇന്ന് നാം ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പം പല കാര്യങ്ങളും വിശ്വാസത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ചെയ്യുന്നത്. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം പെന്തിക്കോസ്തിന് മുമ്പേ 13-ാം ഞായർ നമുക്ക് നൽകിയിരിക്കുന്ന ചിന്താവിഷയം വിശ്വാസ ബഹുലതയിൽ ക്രിസ്തീയ സാന്നിധ്യം, ക്രിസ്ത്യൻ പ്രസൻസ് ഇൻ മൾട്ടി ഫെയ്ത്ത് സൊസൈറ്റി. 2 പുസ്തകത്തിൽ നിന്ന് അധ്യായത്തിൽ നിന്ന് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. 1 ദാനിയേൽ ഇന്ന് നാം വായിച്ച 1-ാം അധ്യായം, 2 വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ 33 വരെ ഉള്ള വാക്യങ്ങൾ. ഇവിടെ ദാനിയേൽ 1 അതിൻ്റെ 8-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. ഇതിങ്ങനെ വായിക്കുന്നു. But Daniel resolved that he would not defile himself with the king's food, or with the wine that he drank. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞും കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു, അല്ലെങ്കിൽ തീരുമാനിച്ചു. ഒന്ന് അതിൻ്റെ സബ് ടൈറ്റിൽ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന യോർ ഫെയ്ത്ത് ഇൻ ദ മൾട്ടി ഫെയ്ത്ത് സൊസൈറ്റി. ബഹുലതയിൽ
നമ്മളെ വിശ്വാസം എവിടെ എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നാം കാണുമ്പം രാജാവ് ഒരു തീരുമാനം പറയുന്നു, എന്നാൽ ദാനിയലിന്റെ തീരുമാനം മറ്റൊന്ന്. രാജാവ് നൽകുന്ന ആഹാരവും പിന്നെ എനിക്ക് നൽകുന്ന ആ ഒരു കാര്യം ഞാൻ കഴിക്കത്തില്ല, കുടിക്കത്തില്ല എന്നുള്ള തീരുമാനം. വേണമെങ്കിൽ ദാനിയലിന് അത് എടുക്കാമായിരുന്നു. ഒന്നല്ല, ഒത്തിരി എക്സ്ക്യൂസസ് വേണമെങ്കിൽ അവിടെ പ്രസന്റ് ചെയ്യാമായിരുന്നു. ഞാൻ ആദ്യത്തെ പ്രോബ് ചൊല്ല് ഞാൻ ബോംബെ പള്ളിയിൽ എൻ്റെ 3-ാം വർഷം ഞാൻ പഠിച്ചത്, നാടോടുമ്പം നടുവേ ഓടും. സോ വെൻ ഇൻ ബാബിലോൺ ഡു ആസ് ദ ബാബിലോണിയൻസ് ഡു. വേണമെങ്കിൽ ദാനിയലിന് ഇങ്ങനെ വേണേൽ വിചാരിക്കാമായിരുന്നു, ഹി ക്യാൻ ജസ്റ്റ് പ്രിറ്റൻഡ് ടു ബൗ ഡൗൺ. രാജാവ് പറയുന്ന കാര്യങ്ങൾ അതുപോലെ കേൾക്കണം. കാരണം എന്തുവാ, എത്ര പേര് രാജാവിന് എടുക്കാമായിരുന്നു, എന്നാൽ എന്നെ മാത്രമേ ഇവിടെ എടുത്തുള്ളല്ലോ. അതല്ല, ഞാൻ ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തു, രാജാവ് പറഞ്ഞ ആഹാരം ഭക്ഷണം ഞാൻ കഴിച്ചില്ല, കുടിച്ചില്ലെങ്കിൽ രാജാവ് എന്ത് വിചാരിക്കും? കാരണം the king has been so good to me and to my family, so it would be ungrateful for me not to obey his words. അതല്ല, അല്ലെങ്കിൽ വേറെ എക്സ്ക്യൂസ് വേണമെങ്കിൽ ദാനിയലിന് കണ്ടെത്തായിരുന്നു, വിചാരിക്കായിരുന്നു, അതിതാ ഇങ്ങനെ ആയിരിക്കാം. ഞാൻ ഈ യെരുശലേമിൽ ചെയ്യുന്ന ഈ കാര്യം എൻ്റെ പട്ടണത്തിലോ എൻ്റെ ഭവനത്തിലോ കൂട്ടുകാരിൽ അല്ലെങ്കിൽ ഞാൻ പോകുന്ന സഭയിൽ ആരും അറിയാൻ പോകുന്നില്ല. നോ വൺ ബാക്ക് ഇൻ ജെറുസലേം ഓർ നോ വൺ ബാക്ക് ഇൻ ബോംബെ would ever come to know what I did in so and so place. അതുകൊണ്ട് ഡാനിയലിന് ഒരു എക്സ്ക്യൂസ് അല്ല, ഒത്തിരി എക്സ്ക്യൂസ് അവിടെ ഉണ്ടായിരുന്നു. രാജാവിൻ്റെ കൽപ്പന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കമാൻഡ്മെന്റ്സ്, ഡിക്രി അവിടെ അനുസരിക്കാൻ, പിതാവായ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യത്തെ ധിക്കരിക്കാനുള്ള എല്ലാ വകുപ്പ് അവിടെ ദാനിയലിനുണ്ടായിരുന്നത്. ദാനിയൽ അത് ചെയ്യുന്നില്ല എന്നാണ് നാം കാണുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഫേവറിറ്റ് ലൈൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഇങ്ങനെ, ദാനിയൽ വേണ്ട കൂട്ടുകാരോട് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ആ സമയത്തുള്ള തൻ്റെ സ്നേഹിതരോട് പറഞ്ഞേക്കാം, ഇഫ് I don't do this, the king and his people would kill me. നമ്മളെ ദൈവം തന്നിരിക്കുന്ന ഈ ശരീരവും അല്ലെങ്കിൽ ഈ അവസരം ഇല്ലാതെ പോകുന്നത് അത് ദൈവത്തിന് ഇഷ്ടമാണോ? അങ്ങനെ ആകുമ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, രാജാവ് പറയുന്ന കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് ചെയ്താൽ ഇനിയും കിടക്കുന്നല്ലോ ജീവിതം, ഐ ഹാവ് മോർ ഇയേഴ്സ് ടു കം. അങ്ങനെ വരുമ്പോൾ ഞാൻ വിശ്വാസത്തെ ഞാൻ എടുത്തു കാണിക്കാം. സോ അതാ ഇവിടെ ഞാൻ ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത്, യുവർ ഫെയ്ത്ത് അല്ലെങ്കിൽ മൈ ഫെയ്ത്ത് ഇൻ ദ മൾട്ടി ഫെയ്ത്ത് സൊസൈറ്റി. ബഹുലതയിൽ ആയിരിക്കുമ്പം ക്രിസ്തീയ സാന്നിധ്യം അതെങ്ങനെ പ്രഘോഷിപ്പിക്കാൻ നോക്കും? ഹൗ ക്യാൻ വി പ്രൊക്ലെയിം യോർ ഓർ മൈ പ്രസൻസ് ഇൻ ദ മൾട്ടി ഫെയ്ത്ത് സിനാരിയോ? When we want to compromise our faith in certain situation, trust me, I will find not one but 1,001 excuses. പിതാവായ ദൈവം അല്ലെ ത്രിയേക ദൈവം ആഗ്രഹിക്കാത്ത കാര്യം ചെയ്യണമെന്ന് നമുക്ക് താല്പര്യം നമുക്കുണ്ടെങ്കിൽ ഒരു എക്സ്ക്യൂസ് അല്ല, ഒത്തിരി എക്സ്ക്യൂസ് നമുക്ക് കണ്ടെത്താം. ഇവിടെ നാം കാണുന്ന ദാനിയേൽ പ്രവാചകൻ ഈ രാജാവ് പറഞ്ഞ കാര്യങ്ങളെ ധിക്കരിക്കുന്ന മാത്രമല്ല, അത് റിഫ്യൂസ് ചെയ്യുന്നു. അത് ഞാൻ കാരണം ഇത് ചെയ്യുവാണെങ്കിൽ അത് ഞാൻ അശുദ്ധമായി മാറിത്തീരും. കാരണം ശുദ്ധിയുള്ള ഈ ദൈവത്തിന് മുമ്പിൽ എനിക്ക് കടന്നു ചെല്ലാനാണെങ്കിൽ അശുദ്ധിയിലേക്ക് പ്രവേശിച്ചാൽ അത് സാധ്യമല്ല. കാരണം ഞാൻ പൂർണ്ണമായിട്ട് ഞാനിത് കാണുന്ന ഇങ്ങനെ, ഐ പിക്ചറൈസ് ദിസ് ലൈക്ക് ദിസ്. കുഞ്ഞുനാൾ തൊട്ട് ഫ്രം ഹിസ് വെരി ചൈൽഡ്ഹുഡ് ദാനിയലിന്റെ മാതാപിതാക്കന്മാര് ആ സമയത്ത് സൺഡേ സ്കൂൾ ഇല്ലെങ്കിലും ഭവനത്തിൽ അമ്മ വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കി കൊടുത്തു കാണും. മോനെ, നീ ആരാധിക്കുന്ന ദൈവത്തെ നീ ഒരിക്കലും മറക്കരുത്. സോ ഡാനിയൽ ന്യൂ ഹിസ് ബൈബിൾ, ദ ഓൾഡ് ടെസ്റ്റമെന്റ്, ആൻഡ് ഹി ന്യൂ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം, അതിന്റെ പ്രസക്തി, അതിന്റെ ശക്തി, അതിന്റെ നടത്തിപ്പ് നന്നായിട്ട് ദാനിയൽ പ്രവാചകൻ അറിയായിരുന്നു. ഞാൻ രണ്ടാം കാര്യത്തിലേക്ക് ഞാൻ പോകട്ടെ. ഒന്ന്, നാം ഇവിടെ കണ്ടത് മൈ ഫെയ്ത്ത് ഓർ യുവർ ഫെയ്ത്ത് ഇൻ ദ മൾട്ടി ഫെയ്ത്ത് സൊസൈറ്റി.
വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പം അവിടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. ഇവിടെ നാം കാണുന്നത് faith is the right combination of things. അവിടെ ഒരു കാര്യം മാത്രമല്ല വിശ്വാസത്തിൽ അവിടെ നാം കാണുന്നത്. അതിൽ നാം കണ്ടത് സ്വർഗരാജ്യം, അത് നമ്മൾ ആ വാക്ക് വായിച്ചു. കടുക് മണി, അത് നമ്മൾ വായിച്ചു. മനുഷ്യന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. തൻ്റെ വയലിൽ അത് ഇട്ടു. അത് 4-ാമത്തെ കാര്യം. 5-ാമത്തെ നമ്മളിവിടെ പഠിക്കുന്നത് ആകാശത്തിലെ പറവകൾ. സോ ഇത്രേ കാര്യങ്ങൾ കൂടുമ്പോഴാ ഒരു സംഭവം അവിടെ നടക്കുന്നത്. സോ ഫെയ്ത്ത് ഈസ് ദ റൈറ്റ് കോമ്പിനേഷൻ. ഒന്ന് നാം കണ്ടത് യുവർ ഫെയ്ത്ത് ഇൻ ദ മൾട്ടി ഫെയ്ത്ത് സൊസൈറ്റി. 2 ദ ഫെയ്ത്ത് ഈസ് ദ റൈറ്റ് കോമ്പിനേഷൻ. സോ വി സീ എ കോമ്പിനേഷൻ ഓഫ് ഹെവൻ, സീഡ്, മാൻ, ഫീൽഡ്, ട്രീ, ബേർഡ്സ്, നെസ്റ്റ്. എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്. എന്നാൽ ഇവിടെ നാം കാണുന്നത് ഒരു പുരുഷൻ ആ വിത്ത് ഇടുകയും ഇത്ര കാര്യങ്ങൾ അവിടെ നാം. സോ ലൈക്ക് വൈസ് ഫെയ്ത്ത് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഹാർട്ട്, സോൾ, മൈൻഡ്, സ്ട്രെങ്ത്. ഇത്രേ കാര്യങ്ങൾ കൂടുന്നതാ വിശ്വാസം. അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചേർക്കാൻ ഒക്കും. സോ നമ്മുടെ മനസ്സിനെ the moment I use or you use your mind, we call this wisdom from God. ദൈവത്തിന്റെ പരിജ്ഞാനം എന്ന നാം അറിയുന്നത്. ആത്മാവിന്റെ പ്രവർത്തനം നാം കാണുമ്പോൾ when we use a spirit, നമ്മൾ കാണുന്നത് ആത്മീയത. വി കോൾ ദ സ്പിരിച്വാലിറ്റി. അല്ലെ, നമ്മൾ മുമ്പോട്ട് കാണുമ്പം the moment we use a strength to glorify the God and his people, that we call as service. ശുശ്രൂഷ എന്ന് നാം അതിനെ കാണുന്നു. 4-ാമത് the moment when we use our heart, the moment when you use your heart, we call it devotion, ആരാധന. So mind, spirit, heart and strength, ഇതിൻ്റെ ഒരു കോമ്പിനേഷനാ വിശ്വാസം. അത് എത്രമാത്രം അത് പ്രാക്ടിക്കൽ റെൽമിൽ അത് വരുന്നുണ്ട്. ലെറ്റ് മീ ആസ്ക് യു ദിസ്. എനിക്ക് ബോംബെയിലുള്ള എൻ്റെ സ്നേഹിതരോടൊക്കെ ഞാൻ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. വാഹനത്തിലും ബൈക്കിലും ട്രെയിനിലും ബസ്സിലും ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കും, ലെറ്റ് മീ ആസ്ക് ദ ഡ്രൈവേഴ്സ് ഔട്ട് ദെയർ ഹു ഡ്രൈവ് ഇൻ ബോംബെ, ഹൂസ് ഫ്രണ്ട് വീൽ മൂവ് ഫ്രണ്ട് ആൻഡ് ബാക്ക് വീൽസ് മൂവ് ബാക്ക്. അങ്ങനെ സംഭവിക്കാറുണ്ടോ? അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. മുമ്പിലത്തെ വീല് മുമ്പോട്ടും പുറകിലത്തെ വീല് പുറകോട്ടും പോകുന്ന നിങ്ങളെ വാഹനം ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. സ്കൂട്ടറിന്റെ മുമ്പിലത്തെ വീല് മുമ്പോട്ടും കാറിന്റെ പുറകിലത്തെ വീല് അല്ല സ്കൂട്ടറിന്റെ പുറകിലത്തെ വീല് പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. Only if you align the 4 wheels in one direction, you move ahead. വിശ്വാസം നമ്മൾ പറയുമ്പം ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഹൃദയവും ആത്മാവും മനസ്സും ശക്തിയും ഒരുമിച്ച് കടന്നു വന്ന് കൂടിയിരിക്കുന്ന ഒരു സമയമാ അവിടെ വിശ്വാസത്തിന്റെ ഏറ്റവും ഒരു ലിബറേഷൻ നടക്കുന്നത്. വിശ്വാസത്തിന്റെ അതിന്റെ പീക്കിലെത്തുന്നത് ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ്. അവിടെ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ ഒക്കുന്നത്. അല്ലെങ്കിൽ ഓർത്ത് നോക്കി, നമ്മൾ ബോംബെയിലൊക്കെ ഇരിക്കുമ്പം ചില വീടുകളിലൊക്കെ നമ്മൾ പട്ടിയെ വളർത്തും അല്ലേ. നമ്മൾ പോകുമ്പം ഞാൻ ചില വീടുകളിലൊക്കെ പട്ടിയെ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാനൊക്കെ അല്ലെങ്കിൽ അവിടെ ഉള്ള അച്ഛൻ, നമ്മളെ ബഹുമാനപ്പെട്ട സാംരാജു അച്ഛൻ കടന്നു വരിക, അന്നേരം ആദ്യത്തെ വിസിറ്റാണെന്ന് ഓർത്തു. സോ നമ്മളെ പട്ടിയൊക്കെ കണ്ടു. അച്ഛൻ പറഞ്ഞു ഇത് നല്ല ബ്രീഡാണെന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നല്ല ബ്രീഡാ. അന്നേരം നമ്മൾ ഭയങ്കര വിശ്വാസത്തിൽ വിളിക്കുന്നു, ഏതാ ലൂസി അല്ലെങ്കിൽ പെറ്റ്സി. ഈ പേര് ഞാൻ എടുക്കാൻ കാരണം ഇങ്ങനെയുള്ള പേര് മനുഷ്യനിൽ ഇല്ല, പരയിലുള്ള ആൾക്കാർക്കില്ല എന്ന് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ പേരെടുക്കുന്നത്. അതുകൊണ്ട് നമ്മളെ പട്ടിയെ അല്ലെ ലൂസി പെറ്റ്സി എന്ന് വിളിക്കുന്നു. ഇനി ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മൾ വിളിക്കുമ്പോൾ ലൂസി വന്നില്ലെങ്കിലോ, ഈ പെറ്റ്സി വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഭയങ്കര ശബ്ദമെടുത്ത് കം ആൻഡ് സിറ്റ് ഹിയർ എന്നൊക്കെ ഓർഡർ കൊടുക്കുന്നത്. അതാ വിശ്വാസം. അതിരുന്നില്ലെങ്കിലോ? സോ ഫെയ്ത്ത് ഈസ് എ റൈറ്റ് കോമ്പിനേഷൻ ഓഫ് തിങ്സ് കമ്മിങ് ടുഗെദർ. 3-ാമത്തെ പറഞ്ഞ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. അതിൻ്റെ 14-ാം വാക്യം, ദാനിയേൽ 1-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. So he listened to them in this matter and tested them for 10 days. അവൻ ഈ കാര്യങ്ങൾ അവരുടെ അപേക്ഷ കേട്ട് 10 ദിവസം അവരെ പരീക്ഷിച്ചു.
ഡാനിയലിന്റെ ജീവിതത്തിൽ പരീക്ഷയെക്കുറിച്ച് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. എന്നായിട്ട് നല്ലതായിട്ട് ബോംബെയിലായിരിക്കുന്ന സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കും ടീച്ചേഴ്സും ജനങ്ങൾക്കറിയാം. How many times Daniel stood straight in his test, strong in his test. ഒന്നാമത്തെ ഞാൻ തലക്കെട്ട് സബ് ടൈറ്റിൽ പറഞ്ഞ് യോർ ഫെയ്ത്ത് ഓർ മൈ ഫെയ്ത്ത് ഇൻ മൾട്ടി ഫെയ്ത്ത് സൊസൈറ്റി. 2, ഫെയ്ത്ത് ഇസ് ദ റൈറ്റ് കോമ്പിനേഷൻ. 3, their faith on you and your faith. മറ്റുള്ളവരുടെ വിശ്വാസം നമ്മളിലും നമ്മുടെ വിശ്വാസത്തിലും, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിലും. സോ their faith is based on our faith. അത് ഓർത്തോണം. ഒത്തിരി പേര് നമ്മൾ സൺഡേ സ്കൂളിൽ പോകുമ്പോൾ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ ആശ്രയിക്കുന്ന ജനമുണ്ട്. ആലയത്തിൽ ചെല്ലുമ്പം അച്ഛന്മാരെ, എന്നെ ആശ്രയിക്കുന്ന, അവിടെ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ ആശ്രയിക്കുന്ന ജനമുണ്ട്. കമ്മിറ്റിയിൽ ആശ്രയിക്കുന്ന സഭജനങ്ങളുണ്ട്. കാരണം ഞങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന കമ്മിറ്റി ഈ വിധം പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസത്തിലുള്ള ആൾക്കാരുണ്ട്. സോ their faith is on you and your faith. അന്നേരം ഇവിടെ നാം കാണുന്നത് 1:8 നമുക്ക് വായിക്കുമ്പം ദാനിയലിന്റെ തീരുമാനമൊക്കെ നല്ലത്. എന്നാൽ പിതാവായ ദൈവത്തിന് വേണ്ടി ഇത്രയും നല്ല തീരുമാനം എടുത്തപ്പോഴും 6-ാം അധ്യായത്തിൽ ദാനിയൽ chapter 6 we come to see how the king said put him in the lion's den. ഓർത്തോണേ, പിതാവായ ദൈവത്തിന് വേണ്ടി ദാനിയൽ നിവർന്നു നിന്നപ്പം അദ്ദേഹത്തിന് കിട്ടുന്ന കാരാഗ്രഹവും അല്ലെങ്കിൽ സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഇദ്ദേഹത്തിനെ വലിച്ചെറിയുന്നതായിട്ട് നാം കാണുന്നു. നാം പിതാവായ ദൈവത്തിന് വേണ്ടി ത്രിയേക ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുമ്പം ഓർത്തോണം, എല്ലായ്പ്പോഴും നമുക്ക് പദവി കിട്ടത്തില്ല, അനുഗ്രഹം കിട്ടത്തില്ല, സ്നേഹം കിട്ടത്തില്ല, പലപ്പോഴും നമുക്ക് കിട്ടുന്ന പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഈ മഹാമാരി സമയത്ത്, കാലഘട്ടത്തിൽ, കോവിഡിന്റെ ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളോടൊപ്പം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഇങ്ങനെ: വൈ ഡിഡ് ഗാഡ് ലെറ്റ് തിങ്സ് ഗോ ദിസ് ഫാർ ഇൻ ദ ലൈഫ് ഓഫ് ഡാനിയൽ? കാരണം ഇദ്ദേഹത്തിന്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന പിതാവായ ദൈവത്തിന് വേണ്ടി ദൃഢമായ തീരുമാനമെടുത്തു. ആ രാജാവ് എന്ത് പറഞ്ഞാലും ഞാൻ അശുദ്ധിയിലേക്ക് പോകുന്നില്ല, ഐ ആം നോട്ട് ഗോയിങ് ടു ബിക്കം അൺഹോളി. അങ്ങനെ അത് ഒരു തീരുമാനം, അങ്ങനെ ഒത്തിരി തീരുമാനം ദാനിയൽ എടുത്തപ്പോഴും ആ പിതാവായ ദൈവം എങ്ങനെയാ ഈ ദാനിയലിനെ മറക്കാൻ ഒക്കുന്നത്? ഇവിടെ ഞാൻ 2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഗോഡ് വാണ്ടഡ് ടു മേക്ക് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഓൺ ദ ബാബിലോണിയൻസ്. ഈ ദാനിയലിനെ അറിയാവുന്ന രാജാവ് മാത്രമല്ല, കൂട്ടുകാരുടെ മധ്യേ മറ്റെല്ലാവരുടെ മുമ്പിൽ പിതാവായ ദൈവത്തിനോട് ഇംപ്രഷനാണ് പിതാവായ ദൈവം കൊടുത്തത്. കാരണം എന്നെ ആരാധിക്കുന്നവരെ ഞാൻ മറക്കത്തില്ല, വിടത്തില്ല തനിച്ച് എന്നുള്ളതായിരുന്നു. 2, God wanted to show that even in captivity, even in the lion's den, he could be trusted. God could be trusted. Geography makes no difference to God. അത് പിതാവായ ദൈവം ഇസ്രായേലിൽ പ്രവർത്തിച്ച അതേ ദൈവം ഇന്ന് ബോംബെയിലും പ്രവർത്തിക്കുന്നു, കേരളത്തിലും പ്രവർത്തിക്കുന്നു, ലോകമെമ്പാട് ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ജോഗ്രഫി ഒരു പ്രശ്നമല്ല. സ്വർഗത്തിൽ മാത്രമുള്ള ദൈവം, സ്വർഗത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ദൈവമല്ല നമുക്കുള്ളത്. ഗാഡ് ക്യാൻ ഡെലിവർ യു ഓർ മീ ഇൻ ബോംബെ ഓർ ഇൻ കേരള ഓർ എനി പാർട്ട് ഓഫ് ദി വേൾഡ് ജസ്റ്റ് ആസ് ഈസിലി ആസ് ഇൻ ജെറുസലേം. God can deliver you. Trust me, my dear friends in Christ, my dear brothers and sisters in Christ. എൻ്റെ സഹോദരന്മാരും സഹോദരിയോട് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ ഒരു കോവിഡിന്റെ അവസ്ഥയിൽ എൻ്റെ സ്നേഹിതർ ആരെങ്കിലും കോവിഡ് ബാധിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകമായിട്ട് ഈ സമയത്ത് നമുക്കറിയാമല്ലോ, നമ്മളെ പ്രിയപ്പെട്ട ഫിലിപ്പ് അങ്കിള് വളരെ പ്രയാസത്തിലാണ്. ഞാൻ പ്രസംഗം തയ്യാറാക്കുമ്പം എനിക്ക് വിഷമമുണ്ട്. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ തീരുമാനം അവിടെ നടപ്പിലാക്കുമെന്നുള്ളത്. ശാന്തമാമ വലിയ പ്രയാസത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അജയ്ക്കും ദൈവം അവിടുന്ന് വിടുതൽ നൽകി. അതുപോലെ തന്നെ ആലയത്തിൽ പലർക്കും ഇങ്ങനെയുള്ള വിടുതൽ ദൈവം നൽകുന്നുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. സോ ലെറ്റ് മീ സേ ദിസ്: ഗോഡ് ക്യാൻ ഡെലിവർ യു ഇഫ് യു ആർ ഇൻ യുവർ ക്വാറന്റൈൻ പീരിയഡ്. ആരെങ്കിലും റൂമിൽ തനിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, God and His grace, His power, His healing touch is sufficient for you, my dear brothers and sisters in Christ. So He can deliver you in quarantine, out of quarantine, and during quarantine. And take the ultimate paradox, the truth. ദാനിയലിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, Daniel was safer in the den than
he was standing in front of the king. Daniel was safer in the den than when he was standing in front of the king. പലപ്പോഴും പ്രശ്നത്തിന് മധ്യേ നാം നിൽക്കുമെന്ന് നമ്മൾ ഓർക്കും നമ്മൾ തനിച്ചാന്നുള്ളതാണ്. ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറി നമ്മൾ സുഖമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പോകുമ്പം അവിടെ ആയിരിക്കും നമുക്ക് സന്തോഷം പ്രത്യാശയും നമ്മൾ ഓർക്കുന്നത്. എന്നാൽ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രയാസത്തിലും പ്രശ്നത്തിലും ഞാനും നിങ്ങളും പ്രവേശിക്കുമ്പോഴാണ് പിതാവായ ദൈവം ത്രിയേക ദൈവത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാൻ ഒക്കുന്നത്. ആ ദൈവം നിങ്ങളെയും എന്നെയും നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2009 മുതൽ 2012 വരെ ആ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാൻ, നിങ്ങളെ സ്നേഹം ലഭിക്കാൻ ഒക്കെ ദൈവം സഹായിച്ചു. വളരെ നന്ദിയോടെ ഞാനും ഷൈൻ കൊച്ചമ്മയും ഓത്നിയലും നിക്കോളും ഒക്കെ ഓർക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഫിലിപ്പ് അങ്കിളിനും ദൈവം അവിടുന്ന് വിടുതൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ ശക്തി കൃപ എല്ലാവരോടും ഇരിക്കുമാറാകട്ടെ. അപ്പം പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും കൃപയും നമ്മുടെ എല്ലാവരോടും പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളിലും ഇന്നും എന്നേക്കുമായിട്ട് ഇരിക്കുമാറാകട്ടെ. എനിക്ക് അവസരം നൽകിയ ബഹുമാനപ്പെട്ട റവറൻഡ് സാം അച്ഛനോടും കമ്മിറ്റിയോടും ഒരു പ്രാവശ്യം കൂടെ പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമ്മൾ വേഗത്തിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. നമ്മുടെ വിശ്വാസത്തിന്റെ സംഗതികളെ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിലൂടെ നമുക്ക് ഏറ്റു ചൊല്ലാം. സർവശക്തപിതാവായി ആകാശവും ഭൂമിയും സൃഷ്ടിനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചു, പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തനായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നമ്മൾ ജയിലിലെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പിറന്നാൾ വാർഷികം കൊണ്ടാടുന്നവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഏൽപ്പിക്കാം. യഹോവ എനിക്ക് ഇതാ സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്തു പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിനായിട്ട് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിൽ പിറന്നാൾ വിവാഹവാർഷികം കൊണ്ടാടി എല്ലാവരെയും പ്രാർത്ഥനയിൽ പരമേൽപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിന്റെ ചെറുതും വലുതും ആവശ്യങ്ങൾ കർത്താവ് തുണയായി കൂടിയിരുന്നു. വന്നുചേരാവുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ വിടുവിച്ച് ഏറ്റവും ക്ഷേമമായി കർത്താവ് പരിപാലിച്ചുവല്ലോ. തുടർന്നുള്ള നാളുകളും ദൈവത്തിന്റെ കൃപ കൂടുതലായി അനുഭവിച്ച് കർത്താവിന്റെ ഉത്തമ സാക്ഷികളായ സമൂഹത്തിൽ ജീവിപ്പാൻ അവിടുന്ന് ഒരുക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതയാത്രയിൽ കർത്താവ് കൂടിയിരിക്കണമേ. അവിടുത്തെ കരം പിടിച്ച് നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പിറന്നാൾ കൊണ്ടാടുന്ന എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥിക്കട്ടെ. പുതുവർഷവേറെ നന്മകളാൽ കർത്താവ് അനുഗ്രഹിച്ച് നിറയ്ക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. വാർഷികം കൊണ്ടാടുന്ന എല്ലാ കുടുംബങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കുമാറാണ്. അവരുടെ ജീവിതത്തിന്റെ ഓരോ ആവശ്യങ്ങളും കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളായി നിന്നെ സ്തുതിപ്പാൻ നിശ്ചയിപ്പാതക്കുന്ന മക്കളെ ഇടിയാക്കണേ പ്രാർത്ഥിക്കുന്നു. ദൈവാസനിൽ സകല ആവശ്യങ്ങളും ഞങ്ങൾ തരുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടായ സ്തോത്രം. മാനും ബൗദ്ധം അവിടുത്തേക്കായിരിക്കണം. യേശു മിശിഹായുടെ വിലയേറിയ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും പിറന്നാൾ കൊണ്ടാടുന്നവരോടും വാർഷികം കൊണ്ടാടുന്ന കുടുംബങ്ങളോടും ഇപ്പോഴും എന്നേക്കും കലാവസാനം കൂടുതൽ ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളോടുകൂടെയും. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ.
കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിസ്തരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ നിങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. സമാധാനത്തിനായി നമുക്ക് അപേക്ഷിക്കാം. ദൈവമേ, സകല വിശുദ്ധാഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവർത്തികളും നിങ്ങന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുവാനായിട്ട് ഞങ്ങളുടെ ദൈവങ്ങൾ ഒരുങ്ങിയിരിപ്പാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിക്കുവാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവ് യേശു ക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാര ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങൾ ഇവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ദൈവങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ചു വരുപ്പാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവ് യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. ആശ്വാസത്തിൻ കൂടാത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ കൂടാത യേശുവിൽ കണ്ടേ ഞാനും. യന്ത്രമധുരമാവൻ ധാമവേലിക്കു പാർത്താൽ ഓത്തുവാഴും തോറുമെൻ രാത്രി മാഞ്ഞു പോകുന്നു. ഓത്തുവാഴും തോറുമെൻ രാത്രി മാഞ്ഞു പോകുന്നു. ദുഃഖങ്ങളേറ്റമെന്നെ വൈകുന്നോ ശക്തിയെന്നെ കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവൻ. കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവൻ. രോഗമെന്നെ പീഡിച്ചു ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമെന്നാഥൻ. ദേഹം പുതുതാക്കിടാൻ വേഗം വരുമെന്നാഥൻ. ദേഹം പുതുതാക്കിടാൻ. ലോകമെനിക്കു വൈരി ലോകമെന്നെ ത്യജിച്ചാൽ ശോകമെന്തെനിക്കതിൽ ഏതും ഭയപ്പെടാൻ ഞാൻ. ശോകമെന്തെനിക്കതിൽ ഏതും ഭയപ്പെടാൻ ഞാൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ഭവനത്തിലിരുന്ന്
നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കർത്തൃദിവസം കൂടെ ഭവനത്തിലിരുന്നായാലും ആരാധിക്കാൻ നമുക്ക് അവസരം തന്നതോർത്ത് സ്തോത്രം ചെയ്യാം. ഇന്ന് നമ്മോട് വചനം സംസാരിച്ച റോബിനച്ചനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കേട്ട വചനത്തിനായി ദൈവത്തെ സ്തുതിക്കാം. ദാനിയേലിന് ബാബിലോൺ രാജാവിൻ്റെ ഓർഡറിൻ്റെ മുൻപിലും തൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിക്കാൻ സാധിച്ചല്ലോ. അതെ, അത് നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയ എക്സാമ്പിൾ ആണല്ലോ. പിന്നീട് തനിക്കെതിരെ രേഖ എഴുതിയെന്നറിഞ്ഞിട്ടും സിംഹക്കുഴിയിൽ ഇടുമെന്നറിഞ്ഞിട്ടും തൻ്റെ ദൈവവിശ്വാസം കാത്ത് സൂക്ഷിക്കുവാൻ സാധിച്ചല്ലോ. അത് ഓർത്ത് ഇന്ന് പ്രത്യേകമായിട്ട് നാം കേട്ട പോയിന്റ്സ്: യുവർ ഫെയ്ത്ത് ഇൻ എ മൾട്ടി ഫെയ്ത്ത് സൊസൈറ്റി. Faith is the right combination of heart, spirit, mind, and strength. Worship and service are the result of your faith. Their faith is based on you and your faith. ക്രിസ്തീയ മിഷണറിമാരെ നമുക്കറിയാം. ക്രിസ്ത്യൻ മിഷണറീസ് കേരളത്തിലും ഇന്ത്യയിൽ വന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് അവരുടെ സാന്നിധ്യം വരുത്തിയ മൾട്ടി ഫെയ്ത്ത് സൊസൈറ്റിയിൽ എത്ര മാറ്റങ്ങൾ വരുത്തി. അവരുടെ പ്രസൻസ് എങ്ങനെ ആയിരുന്നു, അവരുടെ ജീവിതവും സാക്ഷ്യവും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ വരുത്തിയ ഇംപ്രൂവ്മെൻറ്റ്സ്, വ്യതിയാനങ്ങളൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ ക്രിസ്ത്യൻ പ്രസൻസ് ഇൻ എ മൾട്ടി ഫെയ്ത്ത് സൊസൈറ്റി എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അതെ, നമുക്ക് അവരെയൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യാം. മദർ തെരേസ കൽക്കട്ടയുടെ തെരുവുകളിലെ മൾട്ടി ഫെയ്ത്ത് സൊസൈറ്റിയിൽ എത്രമാത്രം മാറ്റങ്ങൾ വരുത്തി, എത്ര വ്യക്തികളെ അത് നിമിത്തം ദൈവത്തെ കാണാനിടയായി എന്ന് നമുക്ക് പ്രത്യേകം ഓർക്കാം. ബഹുവിശ്വാസമുള്ള ജനത്തിൻ്റെ നടുവിൽ കർത്താവെ, ഞങ്ങളുടെ ജീവിതം വിശുദ്ധമായിരിക്കാൻ, ജീവപ്രകാശമായ അവിടുത്തെ വെളിച്ചം ലോകം അനുഭവിപ്പാൻ തക്കോണം ഞങ്ങളെ തുറന്ന വേദപുസ്തകങ്ങളാക്കി മാറ്റണമേ. ജനം അത് വായിക്കാനിടയാകുമല്ലോ. പാപാന്ധകാരത്തിലിരിക്കുന്ന ജനങ്ങൾക്ക് വെളിച്ചം പകരുന്ന വെളിച്ച ദീപങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. സകല മനുഷ്യരോടും സ്നേഹം ആചരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചന്ദ്രന് സ്വയം പ്രകാശമില്ല, എന്നാൽ പകൽ സൂര്യനിൽ നിന്നും വെളിച്ചം പ്രാപിച്ച് രാത്രി ഭൂമിക്ക് അത് റിഫ്ലക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് പോലെ നീതിയൻ സൂര്യനായ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് വെളിച്ചം പ്രാപിച്ച് ചുറ്റുപാടുമുള്ളവർക്ക് വെളിച്ചം പകരുവാൻ, പ്രത്യേകിച്ച് മൾട്ടി ഫെയ്ത്ത് സൊസൈറ്റിയിൽ എല്ലാവർക്കും വെളിച്ചം പകരുവാൻ നമുക്ക് ദൈവം കൃപ തരണേന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി കൊണ്ടാടിയവരെ ഓർത്ത് പ്രത്യേകമായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഓരോ ദിവസവും ദൈവം കൊടുക്കുന്ന നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുവാൻ, ഓരോ പുതുവർഷവും ദൈവം തരുന്ന ദാനമാണെന്ന്, അതേ ബോണസ് പീരീഡ് ആണെന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ എല്ലാം ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാലങ്ങളിലെ അതിശയമായിട്ട് ജയോത്സവമായിട്ട് നടത്തിയ ദൈവം പിൽക്കാലത്തും അതേ നാളെയും നടത്താൻ വിശ്വസ്തനാണെന്ന് എല്ലാവർക്കും ഓർത്തുകൊള്ളുവാൻ ഇടയാക്കണേ. ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് സഭയായിട്ട്, വ്യക്തികളായിട്ട്, കുടുംബങ്ങളായിട്ട് പ്രിയ ഫിലിപ്പോച്ചാന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ആശുപത്രിയിലായിരിക്കുന്നു നമുക്കറിയാമല്ലോ. അതെ, വെന്റിലേറ്ററിലാണെന്നും നമുക്കറിയാം. എന്നാൽ ഞാൻ ആരെ വിളിച്ചപേക്ഷിക്കുമെന്ന് അറിയുന്ന അവനെൻ്റെ ഉപനിധി എന്ന് നമുക്ക് പറയുവാൻ, സഭയായിട്ട് പറയുവാൻ തക്കോണം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ആ ICUവിലെ ബെഡിൻ്റെ അടുത്തേക്ക് സർവശക്തനായ ദൈവം എൽ ഷദായി, യഹോവ റഫ ഒന്ന് കടന്നു ചെന്ന് കർത്താവെ അവിടുന്ന് സൗഖ്യമാക്കുവാന്, ബലപ്പെടുത്തുവാന് ശക്തനായതോർത്ത് ഞങ്ങൾ കർത്താവെ അവിടുത്തെ സന്നിധിയിൽ വിശ്വാസത്തോടെ സഭയോടെ പ്രാർത്ഥിക്കുക. വിടുതൽ കൊടുക്കുവാൻ അങ്ങേക്ക് മനസ്സാകണേ. ഈ സമയത്ത് ശാന്തമ്മയെ ഓർത്തും കർത്താവെ കുഞ്ഞുങ്ങളെ 3 പേരെ അവരുടെ കുടുംബങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. വേദനയിലും നെടുവീർപ്പിലും പ്രയാസത്തിലുമായിരിക്കുന്നവർക്ക് അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന സമയമായിട്ട് ഇതിനെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രതികൂലങ്ങളുടെ മധ്യത്തിലെ
ഞങ്ങളുടെ കർത്താവിനെ മുറുകെ പിടിച്ചുകൊള്ളുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് സഭയായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗികളെ എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കൊച്ചുമോളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അന്നമ്മ ഫിലിപ്പിനെ ഓർക്കാം. അന്നമ്മ ജേക്കബിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറിയാമ്മ ആൻറ്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജോർജ് മിനങ്കിളിനെ ഓർത്ത്, ഐസക് ബാബുവിനെ ഓർത്ത്, KJ ജോസഫിനെ ഓർത്തൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികൾക്ക് വൈദ്യനും രോഗത്തിൻ്റെ മരുന്നുമായ കർത്താവ് ഓരോരുത്തർക്കും സമാധാനം കൊടുക്കണമേ. കർത്താവെ, ആത്മീകമായ ചൈതന്യം കൊണ്ട് ഞങ്ങളെല്ലാം നിറയ്ക്കണമെന്ന്, ഞങ്ങളുടെ രോഗികളെ നിറയ്ക്കണമെന്ന്, അവരുടെ രോഗത്തിൻ്റെ സൗഖ്യം മാത്രമല്ല മാനസിക ധൈര്യവും ആത്മീക ബലവും കൊടുത്ത് അവിടുത്തെ ചൈതന്യത്തിൽ അവരെ നടത്തണമെന്ന് നമുക്ക് സഭയായിട്ട് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. യഹോവയിൽ ആശ്രയിക്കുന്നവരെ ദയ ചുറ്റിക്കൊള്ളുമല്ലോ. യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുമെന്ന് നമ്മൾ അറിയുന്നു. അതുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ രോഗികളുടെ ഒക്കെ കൂടെ അവിടുത്തെ കൃപയുണ്ടായിരിക്കണം. അവിടുന്ന് പാളയമിറങ്ങി വിടുവിപ്പാൻ കഴിവുള്ള ദൈവമാകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുനിവാസത്തിൻ്റെ മറവിൽ മറയ്ക്കുകയും അങ്ങ് കൂടാരത്തിൽ ഒളിപ്പിക്കുകയും ചെയ്യുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നയോളം ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് ദൈവത്തിൻ്റെ മുൻപിൽ കുമ്പിടാം, നമസ്കരിക്കാം. അവൻ വിശ്വസ്തനും നല്ലവനും വല്ലഭനുമാകുന്നുവെന്ന് നാം അറിയുന്നല്ലോ. നമ്മുടെ രാജ്യത്തെ കോവിഡ് കേസസ് വീണ്ടും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. കർത്താവെ, ഇങ്ങനെ മുന്നോട്ട് പോയാൽ എങ്ങനെയാണെന്ന് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, അങ്ങയ്ക്ക് മാത്രമേ അറിയാവുള്ളൂ. എൻ്റെ കർത്താവെ, അവിടുന്ന് ഈ കോവിഡ് രോഗികളെ ഞങ്ങൾ ഈ സമയത്ത് അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുക. ആശുപത്രിയിലും ക്വാറന്റൈനിലും ഒക്കെ ആയിരിക്കുന്ന ജനങ്ങളെ, മെഡിക്കൽ ഫ്രാറ്റേണിറ്റിയെ, കർത്താവെ, പോലീസ് ഫോഴ്സിനെ, ഗവൺമെൻറ് ഓഫീഷ്യൽസിനെ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുക. അർഹിക്കുന്ന പോലുള്ള ശുശ്രൂഷ ലഭിക്കുവാൻ തക്കോണം കർത്താവെ അവിടുന്ന് കാര്യങ്ങളെ ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ രക്തം കൊണ്ട് കർത്താവെ, ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് മുദ്രയിട്ട് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് കർത്താവെ, ഞങ്ങളുടെ ആവശ്യഭാരത്തിൽ ഇരിക്കുന്നവരെല്ലാം അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുക. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് അപേക്ഷിക്കാം. ഈ ലോക്ക്ഡൗൺ മൂലം കഷ്ടപ്പെട്ട് ജോലിയില്ലാത്തവരെ, അതേ പ്രതികൂലമായ സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുന്നവരെ, മനസ്സമാധാനമില്ലാത്തവരെ, ജീവിതം ഭാരമായിട്ട് തോന്നുന്ന വ്യക്തി ജീവിതങ്ങളെ എല്ലാം നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന അവർക്കൊരു കോട്ടയും മതിലുമായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നമുക്ക് ഒരു മനസ്സോടെ ഒരുമിച്ച് നമ്മുടെ സഭയോർത്തും പ്രാർത്ഥിക്കാം. കരുണാസമ്പന്ന നിത്യനുമായ ദൈവമേ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, ഈ നല്ല കർത്തൃദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ വേദനയുടെയും ഭാരത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും ഒക്കെ മധ്യത്തിലാണെങ്കിലും ഞങ്ങളുടെ അപ്പൻ്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഉള്ളതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കുമെന്ന് പറയാൻ ഞങ്ങൾക്കിടയാക്കണേ. ഞങ്ങൾ ഇന്ന് കേട്ട വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ജീവിതം തന്നെ മറ്റുള്ളവരുടെ ബഹുജാതികളുടെ മധ്യത്തിലെ, മറ്റു വിശ്വാസക്കാരുടെ മധ്യത്തിലെ കർത്താവെ, ജീവനുള്ള സാക്ഷികളായിട്ട് ജീവിപ്പാനെ, കർത്താവിൻ്റെ അംബാസഡേഴ്സായിട്ട് തന്നെ ഇരിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയുടെ മറവിൽ ഞങ്ങളെ മറയ്ക്കണം. കർത്താവെ, ഞങ്ങൾക്ക് സ്വയമായി അത് സാധിക്കത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തിയാൽ ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി അവിടുത്തെ ആത്മാവ് ഞങ്ങളെ ധൈര്യപ്പെടുത്തി നടത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗികളെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുക. കർത്താവെ, പ്രത്യേകിച്ച് ഫിൽപ്പോച്ചനെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവെ, അവിടുത്തെ സാന്നിധ്യം ICUവിൽ ഒന്ന് ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് എൻ്റെ മകനെ ഉപബോധ മനസ്സിനോട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഉപബോധ മനസ്സിലെ ദൈവത്തിൻ്റെ ഇമ്പമുള്ള ശബ്ദം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ളത് കേൾക്കുവാന്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാ, ഈ ICUവിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള കർത്താവിൻ്റെ ശബ്ദം ദൈവമേ നിന്റെ മകനെ കേൾപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെല്ലാവരും ഈ ലോകം വിട്ട് ഒരിക്കലും കടന്നു പോകേണ്ടവരാണ്. അതുകൊണ്ട് ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് അവിടുത്തെ ഇഷ്ടത്തിന് ഫലമേൽപ്പിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അച്ഛനെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, ഇന്ന് വചനം വിളമ്പിയ റോബിനെ അച്ഛനെ പ്രത്യേകമായിട്ട് കരങ്ങളിൽ തരുന്നു. ഷൈൻ കൊച്ചമ്മയും കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, സെന്റ് മേരീസിലെ എല്ലാ കുടുംബങ്ങളെ അപ്പൻ്റെ കരങ്ങളിൽ തരുന്നു. ഭാരവും പ്രയാസവും വേദനയും അനുഭവിക്കുന്നവരെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, വേദനിക്കുന്ന കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. പ്രത്യേകിച്ച് കർത്താവെ, സഞ്ജയും അജയും
ബിന്ദുവിനെയും ശാന്തമ്മയും കുടുംബത്തെ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ ഹൃദയത്തിന്റെ തേങ്ങലുകളെ ഒപ്പിയെടുക്കുവാൻ അപ്പന് മനസ്സാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ മുറ്റും കരങ്ങളിൽ തരുന്നു. കർത്താവെ, ഞങ്ങളുടെ ബലഹീനതകളിലൊക്കെയും അവിടുന്ന് തുണ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. സൂമിക്കൂടെയുള്ള എല്ലാ മീറ്റിംഗ്സിനെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവരെ ദയ ചുറ്റിക്കൊള്ളുമെന്ന് വീണ്ടും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഓർത്ത് സ്തോത്രം. കരുണയുണ്ടാകണമേ, മനസ്സലിയണമേ, ലോകത്തിന് സമാധാനം തരണം കർത്താവെ. ഞങ്ങളുടെ സഭാ നേതൃത്വത്തിന് കർത്താവെ നല്ല ബുദ്ധിയും വിവേകവും പരിജ്ഞാനവും കൊടുത്ത് നടത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ ഓരോരുത്തരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് കർത്താവെ, ഞങ്ങളെ ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണം. മഹത്വമെല്ലാം തിരുമേനി എടുക്കണം. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം, സ്തോത്രം. രക്ഷകന്റെ ധന്യനാമത്തിൽ തന്നെ, ആമേൻ. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, സകലകരണങ്ങളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കാട്ടും ആർദ്രകരണയ്ക്കാട്ടും ഞങ്ങൾ നിനക്ക് മുഖാവനും മനഃപൂർവ്വമുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിയിലും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സലാനിക്ക് വേണ്ടി എല്ലാറ്റിനും മേലാൽ ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലപിച്ചൂടാത്ത സ്നേഹത്തിന് വേണ്ടി കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദൈവങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിന് നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാളുകളൊക്കെ വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അതിനെ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിനും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുന്നതിന് നിന്റെ സകല കരുണകളെ കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവന് നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനമോത്വവും കലാവസാനം കൊടുക്കുന്നതായിരിക്കണമേ. ആമേൻ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരാ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നുവെന്ന് അവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിപ്പാൻ അവർ കൃപയും ശക്തിയും ലഭിപ്പാനും ഞങ്ങളുടെ കർത്താവ് യേശു മെസ്സിയ മൂലം കൃപ അരുളണമേ. ആമേൻ. ദൈവത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മായ സർവശക്തനായ ദൈവത്തിന് അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. Jesus, my Lord, to thee I cry. Unless thou help me, I must die. Oh, bring thy free salvation nigh, and take me as I am, and take me as I am, and take me as I am. My only plea, Christ died for me. Oh, take me as I am. Helpless I am and
Behold me, Savior, at thy feet. Deal with me as thou seest meet. Thy word bring here, thy work complete. But take me as I am, and take me as I am, and take me as I am. My only plea, Christ died for me. Oh, take me as I am. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൽ അങ്ങേ ആരാധിപ്പാൻ നോക്കണം ഞങ്ങളെല്ലാവരും ഒരുക്കുന്നതിനായി നന്ദി കരയേറ്റുന്നു. ഇന്ന് വചനം ശുശ്രൂഷയായ റോബിനൈപ്പച്ചനായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 4 വർഷക്കാലം അമേരിക്ക ന്യൂയോർക്കിൽ ശുശ്രൂഷ ചെയ്യുവാന്നൊക്കെ അച്ഛന് കൃപ ചൊരിഞ്ഞുവല്ലോ. ഭാവി തുടർന്ന് ചെന്നൈ സഭയുടെ നേതൃത്വം വഹിക്കുമ്പോൾ അച്ഛന്മേൽ ധാരാളമായിട്ടുള്ള ദൈവകൃപയാൽ അവിടെ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇടിയ പരിപാലന ശുശ്രൂഷയിൽ കർത്താവ് തന്നെ സഹായകനായി ചേർന്നിരിക്കുമാറാണി എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെയും കൊച്ചമ്മയും പൈതങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ പ്രായാധിക്യത്തിൽ ക്ഷീണാവസ്ഥയിലായിരിക്കുന്നവരെ ഈ സമയം ഏൽപ്പിക്കട്ടെ. അനേക ആവശ്യങ്ങളുടെ മധ്യ ആയിരിക്കുന്നവരുണ്ട്. വേദനയാൽ പ്രയാസത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന മാതാവിന്റെ വേർപാട് മൂലം ദുഃഖത്തിലായിരിക്കുന്ന സോളിമാമയെ ഈ സമയം ഏൽപ്പിക്കുന്നു. ലാലച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. സ്വർഗീയ സമാധാന ഭവനത്തിൽ നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രോഗക്കിടക്കയിലായിരിക്കുന്ന പിൽപ്പങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയായ വിശ്വാസത്തോടെ അടിയങ്ങൾ പരമേൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ പൊന്നുകരം തൊടുമാറാണമേ. സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ അങ്ങളെ കാണുവാൻ ഞങ്ങളെല്ലാം ഇടിയാക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്ന കരങ്ങളോടൊക്കെ ചേർന്നിരിക്കുമാറാണമേ. ആരാധനയിൽ വെളിപ്പെട്ട ദൈവകൃപയ്ക്കായി സ്തുതിക്കുന്നു. ഈ ഒരാഴ്ച വട്ടം ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ അനുഗ്രഹവും ചെയ്യണം. പ്രാർത്ഥന ഇട്ടിരിക്കുക. സ്തോത്രം യേശു മിശിഹായുടെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെയും. നമുക്ക് സമാധാനത്തോടെയായിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.